ആദ്യായിട്ട് എന്താടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഓരോന്ന് പറഞ്ഞെന്റെ പുറകെ വരരുന്ന്. ആദ്യായിട്ട് എന്നെ കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? എന്ത് തോന്നേ? ഒന്ന് നോക്ക്. നിന്നെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ. എനിക്ക് വെറുപ്പാ തോന്നുന്നത്. നിന്നെ സ്നേഹിക്കാനും പ്രണയിക്കാനൊന്നേ എന്നെ കിട്ടില്ല. അപ്പൊ ആ കൈവിഷത്തിന് ഒരു എഫക്റ്റും ഇല്ലേ? എന്താണ് നിന്റെ മുഖത്ത് ഇത്രയും ഗൗരവം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അത് നീയും കൂടി അറിയണമെന്ന് തോന്നി. എന്താ പ്രശ്നം? അത് ആദി, എന്താണ് പറ്റിയത്? എന്താന്നറിയില്ല, വയറ്റിലെന്തോ പ്രശ്നം പോലെ. ഫുഡ് കഴിച്ചപ്പോഴത്തോട് തുടങ്ങിയതോ. ഞാൻ വെള്ളം കൊണ്ടുവരാം. വെള്ളം കുടിക്കടാ. അയ്യോ, എന്താടാ? ഹോസ്പിറ്റലിൽ പോണോ? ആദി, എന്താടി ഈ കാണിക്കുന്നേ? നീ എന്താ ഈ കാണിക്കുന്നേ? എന്തിനാ ഇവന്റെ ദേഹത്ത് തൊടുന്നേ? അമ്മേ, ഞാൻ ഒമിറ്റ് ചെയ്തപ്പോ തുളസി പുറന്തടയിൽ തന്ന. അതിന് നിനക്കെന്താ പറ്റിയേ? എന്താന്നറിയില്ല, ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോ തൊട്ട് എന്തോ മനം പുരട്ടലും ഓക്കാനിക്കലും ഒക്കെ. ഫുഡ് പോയിസൺ ആണെന്നാ തോന്നുന്നേ. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇങ്ങോട്ട് മാറി നിൽക്കടി. ശുശ്രൂഷ ആദ്യേട്ടന്റെ പുറം ഞാൻ തിരുമ്മിത്തരാം. അതെന്താ ആതിരെ പുറം തിരുമ്മിയ കുഴപ്പം? ഇവളെ കൊണ്ട് പുറം തിരുമ്മിക്കാൻ നിനക്ക് ഒരു കുഴപ്പമില്ല. അമ്മയൊന്നും മിണ്ടാതിരിക്കും, ആരെങ്കിലും കേട്ടാ നാണക്കേടാ. ഇവള് മുതുക് തടവുന്നതിൽ നിനക്ക് നാണക്കെടുന്നില്ലല്ലോ. ഞാൻ ഇവന്റെ പുറം തിരുമ്മി കൊടുത്തതേ ഇവൻ ഇവിടുന്ന് വൊമിറ്റ് ചെയ്തപ്പോ ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. അതിന്റെ പേരിൽ ഇത്ര വലിയ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്കെല്ലാം നിസ്സാരമാണല്ലോ. ആരുടെ കാര്യത്തിലും നിനക്ക് തോന്നുന്ന പോലെ ചെയ്യാം. നിന്റെ ഭാഗം മാത്രം ശരി. തുളസി, ഒരു ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം. അതി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഇതുവഴി വന്നപ്പോ പെട്ടെന്ന് ഒമറ്റിന് ഒരു ടെൻഡൻസി, അതാ ഇങ്ങോട്ട് കയറി. മമസേ, ഞാനാ. എന്താ മോളെ? മമസേ, ആകെ പ്രശ്നമായി. ഞാൻ കൊടുത്ത കൈവശം ആദ്യേട്ടൻ കഴിച്ചു. അതിനെന്താ പ്രശ്നം? നല്ലതല്ലേ? അല്ല മാമസേ, അത് കഴിച്ചിട്ട് ആദ്യേട്ടൻ വൊമിറ്റ് ചെയ്തു. ആണോ? ഒയ്യോ, അത് പ്രശ്നമാണല്ലോ. ഛർദിച്ച മരുന്നിന്റെ എഫക്റ്റ് പോവും. മാമസ കൈവശം ഭക്ഷണത്തെ ചേർത്ത് കൊടുക്കാനല്ലേ പറഞ്ഞത്? അതനുസരിച്ചാ ഞാൻ കൊടുത്തത്. അതിപ്പോ പ്രശ്നമായി. എല്ലാവരും ആദ്യേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പറയുന്നേ. അയ്യോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. അവര് കൈവിഷം അകത്ത് ചെന്നെന്ന് കണ്ടുപിടിച്ച പ്രശ്നമാവും. ആരാണ് കൊടുത്തതെന്ന് ഒക്കെ അന്വേഷണം ഉണ്ടാവും. അയ്യോ, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യോ മാമസേ? എനിക്ക് പേടിയാവുക. പേടിക്കൊന്നും വേണ്ട. ആദ്യയെ ആശുപത്രി കൊണ്ടുപോവാതെ നോക്കിയാ മതി. എനിക്ക് ആകെ ടെൻഷനാവുന്നു മാമസേ. ആദ്യേട്ടൻ കൈവശം കഴിച്ചതുകൊണ്ട് ജീവൻ പോയാലോ? ഷോ, ഒന്നും മിണ്ടാതിരിക്കടി.
മണ്ടത്തരം അല്ലാതെ നിന്റെ വായിന്ന് വേറൊന്നും വരൂലേ? കൈവിഷം കഴിച്ചിട്ട് ഈ ലോകത്ത് ഇതുവരെ ആരും മരിച്ചിട്ടില്ല. പക്ഷേ ആ മരുന്ന് ആദ്യം ഛർദിച്ച് കളഞ്ഞതോടെ അതിന്റെ എഫക്റ്റ് അങ്ങ് പോവും. എന്നുവെച്ചാ? എന്ന് വെച്ച് മരുന്നിന് ഫലം കിട്ടില്ല എന്നർത്ഥം. അയ്യോ, അപ്പൊ ഇനി ആദ്യേട്ടൻ എന്നെ സ്നേഹിക്കില്ലേ? മരുന്ന് അവന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാത്ത സ്ഥിതിക്ക് ഇനി ആ മരുന്നിന് ഫലസിദ്ധി ഉണ്ടാവുകയില്ല. ശരി മോമസേ. ആ ശരി ശരി. ഉഫ്. ആശ്വാസം തോന്നുന്നുണ്ടോ നിനക്ക്? ഉണ്ടമ്മേ. നമുക്ക് ഹോസ്പിറ്റലിലോട്ടൊന്ന് പോവാം. ഹോസ്പിറ്റലിലേക്കൊന്നും പോണ്ട ദുർഗാന്റി. അതെന്താ? ആദ്യേട്ടന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോണ്ടെന്ന് പറഞ്ഞു. വേണം, ഹോസ്പിറ്റലിൽ പോണം. എന്തോ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. വിഷമോ? എന്ത് വിഷം? എന്ത് വിഷമാണെന്നും അതാരാണ് കൊടുത്തതെന്നും അറിയണമെങ്കിൽ ആദ്യം ഹോസ്പിറ്റലിൽ പോണം. ഇവളെന്തൊക്കെയാ പറയുന്നേ? നിനക്ക് നടി ഭ്രാന്താണോ? അതെ, ഹോസ്പിറ്റലിൽ പോവാം. എന്തോ വിഷം നിന്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. കൈവിഷമാണോന്ന് എനിക്ക് സംശയമുണ്ട്. എന്താടി പറഞ്ഞത്? കൈവിഷോ? നീയാണോ അത് കൊടുത്തത്? സത്യം പറ. ആയിരിക്കും ആന്റി. ആദ്യേട്ടന് ഇവിടെ വന്നിട്ടല്ലേ വോമിറ്റ് ചെയ്തേ. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവളുടെ അമ്മയും കൂടി ആദ്യേട്ടന് കൈവശം കൊടുത്തു കാണും. ആണോടി? നിന്റെ അമ്മ എവിടെ? പ്രിയേ, പ്രിയേ. അമ്മ ഇവിടെ ഇല്ല. അതി, നിനക്ക് ഇവിടെ എന്താ കഴിക്കാൻ തന്നത്? എനിക്കൊന്നും തന്നിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത്. ആ ഫുഡിൽ നിന്ന് കൈവശം ആദ്യയുടെ വയറ്റിലെത്തിയത്. എന്റെ മോനെ അവന്റെ വീട്ടിലെ ഫുഡിൽ ആരടി കൈവശം ചേർക്കുന്നത്? ദേ നിൽക്കുന്നു, ഇവളായിരിക്കും ചേർത്തത്. ഇല്ലാത്തൊന്നും പറയരുത്. ഞാൻ എന്തിനാ ആദ്യേട്ടന് കൈവശം കൊടുക്കുന്നത്? അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അമേരിക്കയിലൊന്നും ആരും കൈവശം കൊടുക്കില്ല. അതൊക്കെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളല്ലേ. തുളസി, നീ എന്റെ മോനെ മയക്കാനായിട്ട് പല വഴികളും അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അക്കൂട്ടത്തില് കൈവശമല്ല, എന്ത് വശീകരണ മന്ത്രവും നീ പ്രയോഗിക്കും. അതി, വാ നമുക്ക് പോവാം. എഴുന്നേക്ക്, വാ. ആദ്യേട്ടാ പതുക്കെ. ഇപ്പൊ വരാം. അമ്മ, കൈവിഷം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കാലത്ത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ആളുകൾ വിശ്വസിക്കുമോ? എല്ലാ കാലത്തും ആളുകൾ അന്ധവിശ്വാസികളാ. ഈ നമുക്ക് നേടാനാവാത്തത് നേടാനും സ്വപ്നങ്ങൾ സാധിക്കാനും വളഞ്ഞ വഴികൾ തേടുന്നവർ ചെന്നെത്തുക ഇത്തരം കാര്യങ്ങളില. അല്ല, മോളെന്താ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ആദ്യം വശീകരിക്കാൻ ആതിര മംഗളപ്പച്ചി നൽകിയ കൈവിഷ മരുന്ന് ആദിക്ക് കൊടുത്തു. അയ്യോ, എന്നിട്ട്? ഈശ്വര, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഇതിനൊക്കെ കൂട്ടു
നിൽക്കാൻ ദുർഗേച്ചിക്ക് എങ്ങനെയാ കഴിയുന്നത്? ആദ്യമോന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിലോ? അതാ അമ്മ എനിക്കും തോന്നിയത്. ഇങ്ങനെയുള്ള മരുന്നൊക്കെ ചുമ്മാ ഭക്ഷണത്തിൽ കലർത്തി കൊടുത്താ ജീവന് തന്നെ ആപത്തുണ്ടാവില്ലേ? ഇവിടെ വന്നതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. ആദ്യം ഇങ്ങനെ ഓരോന്നും ചെയ്യാൻ തുടങ്ങിയ നമ്മൾ എന്താ ചെയ്യാ? ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ആദ്യമോനെ വിവരം അറിയിക്കണം. ആതിര നൽകുന്ന ഒരു ഭക്ഷണവും കഴിക്കരുതെന്ന് പറയണം. അതെങ്ങനെ നടക്കും? ആതിര ആ വീട്ടിലല്ലേ. ആദിയുടെ ഭക്ഷണത്തിൽ അവൾക്ക് എപ്പോ വേണമെങ്കിലും എന്തും ചേർക്കാലോ. എല്ലാത്തിനും ദുർഗാമ്മയുടെയും പിന്തുണയുണ്ട്. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ആദ്യമൊരു ആപത്തുണ്ടാവാൻ പാടില്ല. നമ്മൾ ഇതും പറഞ്ഞ് അവിടെ ചെന്നാല് എന്താ ഉണ്ടാവാൻ പോവെന്നറിയാലോ. ആദിയുടെ കാര്യത്തിൽ അനാവശ്യമായി അമ്മയും ഞാനും ഇടപെടുന്നു എന്ന് പറഞ്ഞ് ദുർഗാമ്മ മാമന്റെ അടുത്ത് പറയും. അമ്മയും മാമനെയും വീണ്ടും ശത്രുക്കളാക്കും. കുറെ നാളത്തെ വഴക്കിന് ശേഷം മാമൻ ഇപ്പോഴാ അമ്മയോട് കുറച്ചെങ്കിലും അടുപ്പം കാണിക്കുന്നത്. അതില്ലാതാക്കണോ? അതൊക്കെ ശരിയായിരിക്കാം. ആദിയുടെ ആരോഗ്യത്തിലും ആയുസിലും ശ്രദ്ധിക്കേണ്ടത് മറ്റാരെക്കാളും എന്റെ കടമയാ. ഇതറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കുന്നത്? നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി കൈവശവും ക്ഷുദ്രപ്രവൃത്തികളും ചെയ്യാനാണ് ഭാവമെങ്കിൽ പോലീസിൽ അറിയിക്കുന്നു പറയണം. ഇത്തരം പ്രവൃത്തികളെ നമ്മുടെ രാജ്യത്ത് വലിയ ശിക്ഷ കിട്ടുന്ന പ്രവൃത്തികളാ. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നും ചിന്തിക്കണ്ട. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ആപത്താണ്. അവർക്ക് അവരുടെ വാശി ജയിച്ചാ മതി. അതിനുവേണ്ടി എന്ത് വഴിയും തേടും. നമ്മൾ അങ്ങനെയാണോ? ആദ്യം എന്റെ മോനാ. മോനെന്ന് പറഞ്ഞ അവനെ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. എന്റെ മോന്റെ സ്ഥാനത്തല്ലേ. അവനെ മുന്നിൽ നിർത്തി നമ്മളെ തോൽപ്പിക്കാൻ നോക്കിയ നമ്മളിത് സമ്മതിച്ചു കൊടുക്കരുത്. അമ്മ, നമ്മൾ ഇപ്പൊ ഈ കാര്യത്തിൽ ഇടപെട്ട അമ്മയ്ക്കെതിരെയും എനിക്കെതിരെയും ആയിരിക്കും ഇതെല്ലാം അവര് തിരിച്ചടിക്കാൻ പോകുന്നത്. എങ്ങനെ? ഇവിടെ വെച്ചാണ് ആദ്യം ഛർദിച്ചത്. അത് ഇവിടെ വന്ന് നമ്മൾ എന്തോ ഭക്ഷണം കൊടുത്തതുകൊണ്ടാണെന്ന് ദുർഗാമ്മയും ആതിരയും പറയും. ഇവിടെ വെച്ച് ആതിര മംഗളപ്പച്ചയെ വിളിച്ച് സംസാരിച്ചപ്പോ തന്നെ ദുർഗാമ്മ പറഞ്ഞത് പ്രിയ ആദിക്ക് കൈവശം കൊടുത്തു കാണുമെന്ന് മട്ടില്ല. അമ്മ, എന്തോ അവർക്ക് അനുയോജ്യമായ രീതിയിൽ വളച്ചൊടിക്കാൻ നല്ല കഴിവാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? നിൽക്കുന്ന നിൽപ്പിൽ എന്തിനെ മാറ്റിമറിക്കും. പകലിനെ രാത്രിയാക്കി മാറ്റും. അതുപോലെ ഈ കാര്യത്തിലും പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമ്മൾ അവരുടെ അടുത്തേക്ക് ചെന്നാ എന്തുണ്ടാവാ നമ്മ ഇന്ന് ചിന്തിച്ചു നോക്ക്. അമ്മേ, സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെന്നൊന്ന് ഓർമ്മിപ്പിച്ചതാ. സാരമില്ല. പെറ്റമ്മയ്ക്ക് തോന്നാത്ത സങ്കടം അമ്മയ്ക്കുണ്ടായല്ലോ. ദേ, ഈ കണ്ണീര് ആദ്യം രക്ഷിക്കും. അവനെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അവന് ഒരാപത്തും ഉണ്ടാവില്ല. മോളെ, അമ്മയുടെ മനസ്സിനൊരു സമാധാനം ഇല്ലാതായല്ലോ. അമ്മ വിഷമിക്കല്ലേ. ആദിക്ക് ഒരാപത്തും വരില്ല. ഞാൻ അവനെ നോക്കിക്കോളാം. ഈ ലോകത്ത് അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാ. എനിക്കും അങ്ങനെ തന്നെയാ. അതവനും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. അവനെ നമുക്ക് ദുർഗാമ്മയുടെയും ആതിരയുടെയും ഏത് കൈവശത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ പറ്റും. അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? എന്റെ മനസ്സിലുള്ളത് നിനക്ക് മനസ്സിലാവില്ല മോളെ. ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവുന്നുള്ള പ്രതീക്ഷയില്ല. ഞാൻ സ്വപ്നം കണ്ട ഒരു ജീവിതം ഉണ്ടായിരുന്നു. എന്റെ
കാലവും എന്റെ മക്കള്. അമ്മയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. ദേ, കരയാതിരിക്കാം. അമ്മയോടൊപ്പം ഞാനുണ്ടാവും. ആദിയുടെയും തുളസിയുടെയും ഒപ്പം അമ്മ ജീവിക്കും. ദേ, പറയുന്നത് ഞാനാ. അമ്മയുടെ മോള് കൃഷ്ണ തുളസി. ദേ, ഇത് സത്യ. ഇങ്ങനെ സംഭവിക്കും. അമ്മ എന്റെ മക്കള്. അച്ഛാ, ആ പ്രിയാന്റിയുടെ ജീവന് അച്ഛൻ കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് എനിക്കറിയാം. പക്ഷെ അച്ഛാ, ഞാനും തുളസിയും തമ്മിലുള്ള ബന്ധം. എന്താ നീ പറയുന്നത്? ഞാനും പ്രിയയും തമ്മിലുള്ള ബന്ധം? അപ്പൊ നിനക്കൊരു ബന്ധവും നിന്റെ ആരും അല്ലേ പ്രിയ? അച്ഛാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. നീ എന്നോടൊന്നും പറയണ്ട. നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ എടുക്കേണ്ട നിലപാടുകളുണ്ട്. തിരുമേനിയിൽ നിന്ന് നീയും തുളസിയും തമ്മിലുള്ള വിവാഹം നടന്നാൽ തുളസിയുടെ അമ്മയ്ക്ക് ആപത്ത് സംഭവിക്കുമെന്നും അറിഞ്ഞപ്പോ മുതൽ ഞാൻ അനുഭവിച്ചൊരു ടെൻഷനുണ്ട്. നിന്നെക്കുറിച്ചും തുളസിയെക്കുറിച്ചും ഓർത്തുണ്ടായ എന്റെ സങ്കടം അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ഒരാൾക്കും അത് മനസ്സിലാവൂല്ല. എടാ, നിനക്കറിയോ ഞാൻ എന്തുമാത്രം ടെൻഷൻ അനുഭവിച്ചു? അച്ഛാ, ഞാൻ എടാ, ഇല്ലാത്ത ദേഷ്യം പ്രകടിപ്പിച്ച് ഞാൻ തുളസിയുടെ മുമ്പിൽ നിന്ന് നെഞ്ചി തകർന്ന് അഭിനയിച്ചു. പ്രിയോട് ദേഷ്യം കാണിച്ചു. നിന്നോട് തുളസിയുമായുള്ള ബന്ധത്തിൽ നിന്ന് അകലണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാം എന്റെ കൂടപ്പറപ്പിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ കാരണം അവൾക്കൊന്നും സംഭവിച്ചൂടാ. ആ ചിന്തയായിരുന്നു എനിക്ക്. അച്ഛൻ ഇത്രമാത്രം ടെൻഷനിലായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെ കുറിച്ച് ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ പുച്ഛം തോന്നാറുണ്ട്. ഒരു പോലീസ് ഓഫീസർ ഒരു ജ്യോതിഷിയുടെ വാക്ക് കേട്ട് ഇങ്ങനെ അന്ധമായി വിശ്വസിക്കാമെന്ന് ചിന്തിച്ചു. എനിക്ക് ആ പ്രവചനത്തെ അവഗണിക്കാൻ കഴിയാതിരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാ. ഒന്ന്, തിരുമേനി ഇതിനു മുമ്പ് പറഞ്ഞ പല കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ജയന്റെയും പ്രിയയുടെയും വിവാഹം അടക്കം. പിന്നെയുള്ളത് എന്റെ പെണ്ണിനോടുള്ള, എന്റെ സഹോദരിയോടുള്ള സ്നേഹം. അവൾക്കൊരു ആപത്തും വരരുതെന്നുള്ള അതിയായ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്.